കുന്ന് കണ്ടെങ്കിൽ എത്ര വലിയ കുന്നാ നോക്കി. ഇതിൽ ഇത്രയും ഹൈറ്റിൽ ഇടിച്ച് തരത്തില്ലേ ഇവർ. എൻ്റെ നമസ്കാരം, പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മളെ കിയാറ്റൂർ പോകുന്ന റോഡ് കേട്ടോ. ഞാൻ കാണുന്നുണ്ടാവും, കിയാറ്റൂരേക്ക് പോകുന്ന റോഡാണ് NH 66. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ പുളിമ്പറമ്പ് സൈഡ് കേട്ടോ. ഇങ്ങനെ വന്ന് കുപ്പത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മളെ NH 66 റോഡ് പോകുന്നത്. അവിടെയെല്ലാം കുറച്ച് വർക്ക് നടക്കുന്നത്രേ. പാലത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയാവുന്നത്രേ. അത് കാണുന്നത് തളിപ്പറമ്പ് ടൗണ്. വീഡിയോ എത്ര കാണാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് ഇതിൻ്റെ മറ്റു വശം എന്തായാലും പോയി കാണട്ടോ. നമുക്ക് കുപ്പം സൈഡ് ഫുള്ള് മണ്ണെടുത്തിട്ടുണ്ട്. നമുക്ക് എവിടെ പോയി വണ്ടി എടുത്ത് പോകാൻ പറ്റുന്ന വരെ പോവാം. ആദ്യം അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ പണിയിൽ എന്തായി നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പുറത്തെ ഭാഗമാട്ടോ. ഇത് നിങ്ങൾ ഇരിക്കേണ്ട, ഇത് മരുഭൂമി ഒന്നല്ല, നമ്മളെ കേരളത്തിൽ തന്നെ ഒരു സ്ഥലമാട്ടോ ഇത്. നമ്മളെ തളിപ്പറമ്പ് കുപ്പം കിയാറ്റൂർ പോകുന്ന അവിടെ NH 66 റോഡിൻ്റെ ഭാഗമായിട്ട് മണ്ണെടുത്ത സ്ഥലമാട്ടോ ഇത്. അപ്പോൾ കണ്ടവർക്കും ഏതോ മരുഭൂമിയാണെന്ന് ഇരിക്കണ്ട. അപ്പോൾ അത്രയും ഹൈറ്റിൽ കുന്നിടിച്ചിട്ട് മണ്ണെടുത്ത സ്ഥലമാട്ടോ ഇത്. കാണുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ വണ്ടിയുടെ വെച്ചിട്ടുണ്ട്. ഇത്രയും ഹൈറ്റിലാണ് കുന്നുണ്ടായില്ല. അത് ഇടിച്ച് അവിടെ ഒരു വീടുണ്ടായിട്ടോ. അത് ശരിക്കും കാണുന്നില്ല, ക്യാമറയിൽ എത്ര വൃത്തി കാണുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ വണ്ടിയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് നമ്മളെ കേരളത്തിലൊന്നല്ലാന്ന് വിചാരിക്കും. നമ്മളെ കേരളത്തിൽ തന്നെ തളിപ്പറമ്പ് പുളിയമ്പറമ്പാട്ടത്. നമുക്ക് വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഞാൻ പതുക്കെ പോകുന്നില്ല കേട്ടോ. കാഴ്ചകളങ്ങ് കണ്ടിട്ട് മെല്ലെ മെല്ലെ പോകുന്നില്ലു. ഇത്രയും ഹൈറ്റ്, ഇത്രയും വലിയ കുന്ന് ഇടിച്ച് നിരത്തിയില്ലല്ലേ, ഒരു സംഭവം തന്നെ. എന്താ ഇത്രപ്പാട് മണ്ണ് എവിടെ പോയി എന്നാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ നിന്ന് പെട്ടെന്നൊന്നും പണി തീരൂല കേട്ടോ. ഇനി ഇവിടെ പാലാ വരുന്നത്, അല്ലെങ്കിൽ പാലായിരിക്കും എന്ന് തോന്നുന്നു. അല്ല, ഇവിടെ മണ്ണിട്ടൊരു എന്താ അവസ്ഥ ഒന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ പാലം തന്നെ ആയിരിക്കും. മല കണ്ടിട്ട് പറയാം. ഒരു പഴഞ്ചൊല്ലില്ല, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. ഇത് നമ്മളെ കുപ്പത്തിന് വരുന്ന ഇതാട്ടോ. കുപ്പത്തെ പാലം വന്നിട്ട് ഇങ്ങോട്ടാ ചേരുന്നെന്ന് തോന്നുന്നു. എൻ്റെ പോലെ വലിയ കുന്നാട്ടാ. വണ്ടി ഇറക്കാൻ പറ്റുമോ, ബ്രേക്ക് കിട്ടുമോ? നമ്മളെ വണ്ടിയല്ലേ, നോക്കാം നമുക്ക്. ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് വർക്കൊന്നും ഇല്ലാന്ന് തോന്നിട്ടാ. വർക്കൊന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട്.
ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ താഴത്ത്. അവരെ വീടൊന്നും പൊളിച്ചിട്ട് കാണുന്നില്ല. താഴേക്ക് നമുക്ക് ഇറങ്ങി നോക്കാം. ഇവർ താമസിക്കുന്ന സ്ഥലമാട്ടോ ഇതെല്ലാം. ഇനി ഇതിലേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഇറങ്ങലേ നമുക്ക് ഇറങ്ങാം. കയറുന്ന അവസ്ഥയാണ്. നല്ല പൊടിയും. എൻ്റെ പൊന്നെ, ഇത്രയും വലിയ കുന്നിടിച്ച് ഇവർ റോഡാക്കുന്നില്ല ഒരു സംഭവമല്ല. ഇവിടെ നേരെ പോയാൽ കുപ്പത്തെത്തുമായിരിക്കും. കുന്ന് കണ്ടെങ്ക എത്ര വലിയ കുന്നാ നോക്കി. ഇതിൽ ഇത്രയും ഹൈറ്റിൽ ഇടിച്ച് തരത്തില്ല ഇവർ. എൻ്റെ അമ്മോ, എന്താ ആരും കാണാത്തൊരു സംഭവമാണ് ഇതെല്ലാം. എന്താ പറയണ്ട നോക്കി. ഇത്രയും വലിയ കുന്ന ഇടിച്ച് നിരത്തിയിട്ട് ഇവർ റോഡാക്കുന്നത്. ഇത് കണ്ട ഇപ്പം ആരും എവിടെയാണെന്നും പറയാൻ പറ്റില്ല. ഇത് കുപ്പത്തെ അവസ്ഥയാണെന്ന് ഇപ്പം പറയാൻ കഴിയില്ല നമുക്ക്. അതിൻ്റെ മുകളിൽ JCB ഉണ്ട് കേട്ടോ, കുന്നിൻ്റെ മുകളിൽ. നമ്മൾ കുപ്പത്തെത്തി ഏകദേശം. അത് ലോറി വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുമോയെന്ന് അറിയില്ല. എൻ്റെ വണ്ടി റോഡുമേലേ ഉള്ളത്. എന്താ ഇതെല്ലാം നമ്മളെ കേരളത്തിലുള്ള സംഭവമാണ്. നമുക്ക് കണ്ണൂർ ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ടെന്ന് ആർക്കും അറിയില്ല. എന്താ പറയണ്ടത്, അത്രയും വലിയ ഇതായിട്ടാ നടന്നുകൊണ്ടിരിക്കുന്നു. ലോറി ഇങ്ങോട്ട് തന്നെയാണ്. ലോറിന് കൂളായിട്ട് പോകുന്നിട്ടാ. ബാറ്റമെൻസിൻ്റെ വണ്ടിയല്ലേ. ഒരു വണ്ടി കൂടി വരുന്നുണ്ട്. അതോടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഒരു വണ്ടി കൂടി വരുന്നുണ്ട്. നമുക്കത് വണ്ടി പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അവർ നമ്മളെ കയറ്റം കയറാൻ കഴിയില്ല. പിന്നെ അവിടുത്തെ കയറ്റമില്ലേ, അതിനെ നമുക്ക് കയറൽ ബുദ്ധിമുട്ടായിരിക്കും. ഇന്നലെ ലീവാന്ന് തോന്നട്ടെ, ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ ഇത് മഹാ അത്ഭുതം തന്നെ കേട്ടോ. ഇതിനെ നമ്മൾക്ക് 3 പീസ് ലൈൻ പോകുന്നുണ്ട്. അതാണ് സംഭവം. അപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. വീഡിയോ ലെങ്ത് പിന്നെ കുറേ കൂടും. അത് നിങ്ങൾക്കൊരു ബോറടി ആയി. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നേരെ കീയാറ്റൂർ, ഇങ്ങോട്ട് വന്നാൽ നമ്മളെ നേരെ കുപ്പം. അപ്പോൾ ഇവിടെയെല്ലാം വർക്ക് കഴിയണമെങ്കിൽ ഒരു 2-3 വർഷം പിടിക്കും. വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ മടങ്ങി നടന്ന് ഞാനൊരു വലിയ കയറ്റം, ഒരിറക്കം. അവരെ ലോറി പോകുന്നതൊക്കെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ചെറിയ ടയറും വെച്ചിട്ട് നമുക്ക് അതിൽ ഇറങ്ങാൻ പറ്റുമോ? അത് ഞായറാഴ്ച വന്നുകൊണ്ട് നന്നായി. അവർ പണി, അവർക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടില്ല. വലിയ ക്രൈം കണ്ടു ഇവിടെ.
അപ്പോൾ കിയാറ്റൂരിൻ്റെ ഭാഗത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏതായാലും ടൈമില്ല. നമുക്ക് ഒരു ദിവസം വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ ചെയ്യാം. അത് കുറച്ച് വൈകുന്നേരം വരണം, എന്നാൽ വെയിലുണ്ടാവില്ല. അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? നമുക്ക് കുറച്ച് ആ മെയിൻ റോഡിലെത്തുമ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അതുവരെ ആ വീഡിയോ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടിയാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയണ്ടേ, ചടപ്പായിരിക്കും. ഇത് കണ്ട വലിയ കലെല്ലാം ഇളകി വന്നിട്ടുണ്ട് മുകളിൽ നിന്ന്. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് വീഡിയോ കുറേ എടുക്കണമെന്നുണ്ട്, പറ്റാത്ത കൊണ്ട് നമ്മളെ വീഡിയോയിൽ ലെങ്ത്ത് കൂടിപ്പോവും. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എന്തായാലും ഞാൻ തീർച്ചയായിട്ട് അടുത്ത വീഡിയോ നമ്മളെ കിയാറ്റൂർ റോഡ് കാണിക്കോട്ടെ. എന്തായാലും ഒരു ദിവസം എന്തായാലും ഞാൻ വരും. ഒരു വൈകുന്നേരം തന്നെ വരണം, എന്നാലും നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. വെയിലത്ത് പിന്നെ അധികം വണ്ടി ഓട്ടാൻ പറ്റില്ല, കൊണ്ടാണ്. അപ്പോൾ ഓക്കെ.